ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സോഫ്റ്റ് ദോശയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 കപ്പ് മൈദ, 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആദ്യം നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും, ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം മാവ് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ കുറച്ച് കനത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡ് കൂടി നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നും ചപ്പാത്തി തന്നെ കഴിക്കുന്നവർക്ക് രാവിലെ ആയാലും അല്ലെങ്കിൽ രാത്രിയിലായാലും കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.